ദാറ്റ് മീൻസ് ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ഫിനാൻഷ്യൽ പൊസിഷനിൽ നിന്ന് ഒരു ഇംപ്രൂവ്മെന്റ് ഉദ്ദേശിക്കുന്ന ഏതൊരു വ്യക്തിക്കും 100% ട്രസ്റ്റോട് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ ഒരു ബിസിനസ് അല്ലെങ്കിൽ അദ്ദേഹമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റിക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാം എന്നുള്ള രീതിയിൽ 100% കാര്യം എന്താണെന്നറിയോ? ഇപ്പൊ നമ്മള് ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ എത്ര ചെറിയ ബിസിനസ് ആണെങ്കിലും അതിൻ്റെതായ ഒരു മുതൽ മുടക്ക്, ഒരു ക്യാപിറ്റൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അതിലെല്ലാത്തിലും ഉപരി അതിലിടുന്ന ഒരു എഫേർട്ട്. ഇപ്പൊ ഞാൻ പൊതുവെ ആളുകളോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യമുണ്ട്, ആളുകൾക്ക് അവർ സ്പെൻഡ് ചെയ്യുന്ന സമയം അതൊരു റിയാലിറ്റിയിൽ നോക്കുമ്പം ഒരുപക്ഷെ ജോലിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് ആയിരിക്കാം. ഇങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിലായിരിക്കും അവർ പോകുന്നത്. ഒട്ടുമിക്ക ആളുകളും ഒരു ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്ന് പറയുന്നത് പോലെ അവരുടെ സാഹചര്യത്തിനനുസരിച്ച് അങ്ങനെ പോവുകയാണ്. കിട്ടുന്ന വരുമാനം ഒരുപക്ഷെ ഒരുപാട് ലയബിലിറ്റി ബിൽഡ് ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കാലത്ത് ജീവിച്ചതിന്റെ ആകെ തുകയാണ് അവർ. അപ്പൊ അവർക്കൊക്കെ തന്നെ, അതായത് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഗോൾ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ, ഫിനാൻഷ്യലി സെറ്റിൽ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വലിയ രീതിയിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് കോയിൻഫോർജ് എന്ന് പറയുന്നത്. ഈ ടോക്കൺ കളക്ട് ചെയ്യുന്നതിൽ എല്ലാത്തിലും അപ്പുറത്തേക്ക് ആ റെഫറൽ റിവാർഡുകൾ കളക്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാകും അതിന്റെ ആ ഒരു സെക്യൂർ ആൻഡ് ട്രാൻസ്പെറൻസി എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ മാർക്കറ്റിൽ ഒരുപാട് ചർച്ചാ വിഷയമായിട്ട് നിൽക്കുന്നതാണ് പർട്ടിക്കുലർ എംപവറിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ആ ഒരു സിസ്റ്റം കൂടുതലും ഒരു എഡ്യൂക്കേഷന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഇത്രയും നാള് മാർക്കറ്റിൽ കണ്ടിട്ടുള്ള ഒരു എസ്പെഷ്യലി സ്കാം ആയിട്ട് വരുന്നതൊക്കെ ഒരു മോട്ടിവേഷന്റെ പുറത്ത് മാത്രം ഫണ്ട് കളക്ട് ചെയ്തിട്ട് പിന്നെ എപ്പോഴും അത് സ്റ്റക്കായി പോകുന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇവിടെ നമ്മൾ എംപവറിൽ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത അത് തന്നെയാണ്. ഏതൊരു വ്യക്തിയാണെങ്കിലും കടന്നു വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ എഡ്യൂക്കേറ്റ് ചെയ്യുക, ഒരു കോൺഫിഡൻസ് കൊടുത്ത് അറ്റ്ലീസ്റ്റ് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു നോളജ് ആ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കൊടുത്തിട്ടാണ് അദ്ദേഹത്തെ ഡെവലപ്പ് ചെയ്യുന്നത്. അതൊരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഈവൻ മാർക്കറ്റിൽ തീർച്ചയായിട്ടും. കാര്യം എന്താണെന്നറിയോ, പ്രത്യേകിച്ച് തുടക്കക്കാരൻ എന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്ര എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിലും ആളുകൾക്കൊന്നും ബ്ലോക്ക് ചെയിനെ കുറിച്ചോ അല്ലെങ്കിൽ ക്രിപ്റ്റോയെ കുറിച്ചൊന്നും ധാരണയില്ല. ഈ ഇൻഡസ്ട്രിയുടെ വലുപ്പം അറിയില്ല. അപ്പം ഇന്ന് ലോകം എക്കണോമി തന്നെ, എല്ലാ രാജ്യത്തിന്റെ എക്കണോമി ബൂസ്റ്റ് ചെയ്യുന്നതും ഈ പറഞ്ഞ ഡിജിറ്റൽ അസറ്റിലൂടെയാണ്. അപ്പം സാധാരണക്കാരൻ ഒരാളെ സംബന്ധിച്ചിടത്തോളം എംപവർ ഫാമിലിയിൽ വരുമ്പോൾ നമ്മൾ പ്രത്യേകം അവരോട് പറയുന്നത് ഈ ഫിസിക്കൽ പ്രോഗ്രാമുകൾ മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതിനെന്തെങ്കിലും ഒരു എക്സ്പെൻസ് വരുന്നുണ്ടെങ്കിൽ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അത് എന്നും ലൈഫിലേക്ക് ഒരു ബെനിഫിറ്റ് ആണ്. കാരണം അവരെ തന്നെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം എംപവർ ചെയ്യുന്നത് ഈ പറഞ്ഞതുപോലെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ, 1 ഡേ വർക്ക്ഷോപ്പുകൾ, 2 ഡേ ട്രെയിനിങ് പ്രോഗ്രാമുകൾ, 2 ഡേ ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാമുകൾ, നമുക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വരുന്ന ഒരാൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. അത് എംപവർ ഫാമിലിയിൽ നിൽക്കുമ്പോൾ അത് മനസ്സിലാവും. ഇവിടെ ഫോക്കസ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സംവിധാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ, ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴും കൂടെ വരുന്ന ആളുകൾ സിസ്റ്റത്തിന്റെ ഭാഗമാക്കുമ്പോഴും വലിയ രീതിയിൽ സക്സസ് ബിൽഡ് ചെയ്യാൻ പറ്റും, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാനും പറ്റും.